ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉഗ്രൻ ടേസ്റ്റിലുള്ള ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രീൻ പീസിന് തലേദിവസം തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിനാവശ്യമായിട്ടുള്ളത് ഒരു ക്യാരറ്റും ഒരു സവോളയും ഒരു പച്ചമുളകുമാണ്. ക്യാരറ്റിനെ നമുക്ക് കുനുകുന കഷ്ണങ്ങളാക്കി ഇടാം. ഒരു പച്ചമുളകിനെ നീളത്തിൽ അരിഞ്ഞതും സവോളയും കറിവേപ്പിലയും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നേക്കി ഒന്ന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിനെ 3 വിസിൽ അടുപ്പിച്ചെടുക്കണം. എന്നാൽ നമ്മുടെ ഗ്രീൻ പീസൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകാനൊന്നും വെക്കണ്ട. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ അത് നമുക്ക് അത്ര നല്ല ടേസ്റ്റായിട്ട് കിട്ടത്തില്ല. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് കടുകൊക്കെ ഒന്ന് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യമായ കറിവേപ്പില കൂടി ഇടാം. ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളി. അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നമുക്കിട്ട് കൊടുക്കാം. കാരണം അത് നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം നമുക്ക്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ ഇടാം. കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/4 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് നല്ല മസാലയൊക്കെ നന്നായിട്ട് വെന്ത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. ഇനി അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അത്യാവശ്യം ചപ്പാത്തിക്കൊക്കെ ഒരു ഒഴിച്ചു കറിയായിട്ട് നമുക്ക് കൂട്ടാൻ പരുവത്തിന് നമുക്ക് വെള്ളം എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ചേർക്കുന്ന ഇഷ്ടമുള്ളവർ നല്ല കട്ടിപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ല കുഴമ്പ് രൂപത്തിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞങ്ങൾക്ക് തേങ്ങാപ്പാൽ അധികം ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒത്തിരി തേങ്ങാപ്പാലൊന്നും ഒഴിച്ചിട്ടില്ല. എന്നാലും തേങ്ങാപ്പാൽ ശകലം ഒഴിച്ചാലും നല്ല തിക്കായിട്ടുള്ള ഒഴിച്ചാലും എങ്ങനെ ഒഴിച്ചാലും കറി അടിപൊളി ടേസ്റ്റാണ്. ഒന്നും പറയാനില്ലാത്ത ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക.